ഹലോ എവരിവൺ, വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. അതിൽ തന്നെ നമ്പർ സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് വാച്ച് ചെയ്യാത്തവർ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടാൽ നമ്പർ സിസ്റ്റം ആണ്. എങ്ങനെയാണ് ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതുപോലെ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ ഒക്ടാൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ എല്ലാ ബേസ് നമ്പർ സിസ്റ്റം, ഏതൊരു നമ്പർ സിസ്റ്റം ബേസിൽ നമ്പർ സിസ്റ്റം തന്നു കഴിഞ്ഞാലും നമുക്കതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതുകൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടാകും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ നമുക്കൊരു ഡെസിമൽ നമ്പർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് ഒക്ടാലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിട്ട് നമുക്ക് 83 എടുക്കാം. ഓക്കെ, 83 ബേസ് 10നെ നമ്മൾ എങ്ങനെയാണ് ബേസ് 8ലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഒരു നമുക്ക് തന്നിട്ടുള്ള ഡെസിമൽ നമ്പറിനെ നമ്മൾ ഏതൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏത് ബേസിനേക്കാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു ബേസിനെ കൊണ്ടായിരിക്കണം നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 83 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, 83 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്ന സമയത്ത് ആൻസർ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, 10 റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, ദെൻ 10 ഡിവൈഡഡ് ബൈ 8. 10നെ നമ്മൾ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ റിമൈൻഡർ എന്ന് പറയുന്ന സമയത്ത് 10ൽ 8 ഒറ്റ പ്രാവശ്യമേ പോകത്തുള്ളൂ. സോ ആൻസർ 1 ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ദെൻ 1 ഡിവൈഡഡ് ബൈ 8. 1 നമ്മൾ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എടുത്ത് എഴുതുന്നുണ്ടാവുക? ബോട്ടം ടു ടോപ്പ് എഴുതുന്ന സമയത്ത് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക 123 ബേസ് 8. ഓക്കെ, എന്ന് വെച്ചാൽ 83 ബേസ് 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒക്ടാൽ നമ്പർ എന്ന് പറയുന്നത് 123 ബേസ് 8 ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു ഒക്ടാൽ നമ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, ഒക്ടാലിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. 12.2 ബേസ് 8നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, 12.2 ബേസ് 8നെ നമ്മൾ ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ബേസ് 10ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് 10 നമ്പർ എത്രയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. എന്ന് വെച്ചാൽ 12.2 ബേസ് 8. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവുക? ഇത് 1 ഇൻറ്റു 8⁻1 പ്ലസ് 2 ഇൻറ്റു 8⁻0 പ്ലസ്. ഇനി അതായത് ഇവിടെ നമ്മൾ ഡെസിമൽ ഉള്ള പാർട്ടും ഡെസിമൽ ഇല്ലാത്ത പാർട്ടും എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്പർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവിടെ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 8⁻1 പ്ലസ് 2 ഇൻറ്റു 8⁻0 പ്ലസ് പോയിന്റിന് ശേഷമുള്ള നമ്മൾ എങ്ങനെയായിരിക്കും പോയിന്റിന് ശേഷമുള്ള നമ്പറിനെ നമ്മൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക? 2 ഇൻറ്റു 8⁻1 എന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ -2, നെക്സ്റ്റ് ഉണ്ടെങ്കിൽ -3, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ആൻസർ ആയിട്ട് എന്താ വരുന്നുണ്ടാവുക? 1 ഇൻറ്റു 8⁻1. 8⁻1 എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. സോ 8 പ്ലസ് 2 ഇൻറ്റു 8⁻0. 8⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ 2 ഇൻറ്റു 1 2 ആയിരിക്കും. ദെൻ 2 ഇൻറ്റു 8⁻1. 8⁻1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക? ഈ 8⁻1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1/8⁻1 ആണ്. ഓക്കെ, സോ 1/8⁻1 എന്ന് പറയുമ്പോൾ 1/8 അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 ഇൻറ്റു 1/8 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2 ഇൻറ്റു 1/8. ഓക്കെ, 2 ഇൻറ്റു 1/8 എന്ന് പറഞ്ഞാൽ 2/8. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്താൽ 1/4 ആണ്. 2 ഇൻറ്റു 1/8 എന്ന് പറഞ്ഞാൽ 1/4ന്റെ ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 0.25. ഓക്കെ, സോ ആൻസർ ആയിട്ട് പ്ലസ് 0.25 വരുന്നുണ്ടാവും. ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക
10.25 ആയിരിക്കും. ഓക്കെ, സോ 10.25 ബേസ് 10. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രാക്ഷണൽ പാർട്ടും അല്ലാത്ത ഫ്രാക്ഷൻ ഇല്ലാത്ത നോൺ ഫ്രാക്ഷണൽ പാർട്ടും വരുന്ന സമയത്ത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് ബേസുകൾ വരുന്നുണ്ട്. ബേസ് 2 ഉള്ളത് വരുന്നുണ്ട്, ബേസ് 4 വരുന്നുണ്ട്, ബേസ് 8 വരുന്നുണ്ട്, ബേസ് 16 വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ബേസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇഫ് LM represent the a number L in base M number system, then identify the correct descending order of the following number A to D when converted to decimal number system. അതായത് തന്നിട്ടുള്ള ഈ ABCD എന്നുള്ള ഓരോ വാല്യൂസിനെയും നമ്മൾ ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 0.11 ബേസ് 2നെ നമുക്ക് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? ബേസ് 10ലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ബൈനറി ആണ്. ബൈനറീനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ 1 × 2⁻0, 1 × 2⁻1, 1 × 2⁻2 ആ ഒരു രീതിയിൽ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? 2 4 1 2 4 8 16 ഇതായിരിക്കും വാല്യൂസ് വരുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ ഇതാണ് വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് 1 കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ഉള്ളിടത്തെല്ലാം ആഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, 16 + 4 + 2 ആയിരിക്കും. 16 + 4 എന്ന് പറഞ്ഞാൽ 20 + 2 22 ആയിരിക്കും നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടിന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 2⁻1 2⁻2. ഓക്കെ, 2⁻1 2⁻2 ഓക്കെ, 1 × 2⁻1 എന്ന് പറഞ്ഞാൽ 2⁻1 എന്ന് പറഞ്ഞാൽ 1/2⁻1 ആണ്. 1/2⁻1 എന്ന് പറഞ്ഞാൽ 1/2, 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആയിരിക്കും. ഓക്കെ, ഇനി 2⁻2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ വരുന്നുണ്ടാവുക എന്തായിരിക്കും? 1/2⁻2. 1/2⁻2 എന്ന് പറഞ്ഞാൽ 1/4, 1/4 എന്ന് പറഞ്ഞാൽ 0.25. ഓക്കെ, സോ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഈ 0.5ഉം 0.25ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 75 ആയിരിക്കും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 22.75 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 110.2 ബേസ് 4നെ നമുക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? 110.2 ബേസ് 4നെ നമുക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. എന്താണ് ചെയ്യുന്നത്? ഓക്കെ, 4⁻0, 4⁻1, 4⁻2. ഓക്കെ, എന്ന് വെച്ചാൽ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 4⁻0 എന്ന് പറഞ്ഞാൽ 0, 4⁻1 എന്ന് പറഞ്ഞാൽ 4, 4⁻2 എന്ന് പറഞ്ഞാൽ 16. ഓക്കെ, സോ ഇത് മൂന്നും ആഡ് ചെയ്യുക. 16 + 4 എന്ന് പറഞ്ഞാൽ 20. ഓക്കെ, ഇനി ഈ ഒരു ഫ്രാക്ഷണൽ പാർട്ടിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4⁻1. ഓക്കെ, 4⁻1 എന്ന് പറഞ്ഞാൽ 1/4⁻1. ഓക്കെ, 1/4⁻1 എന്ന് വെച്ചാൽ എത്രയായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? 0.5. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 20.5 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 20.5. ദെൻ നമ്മുടെ തേർഡ് വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. തേർഡ് വാല്യൂ ആയിട്ട് 32.5 ബേസ് 8 ആണ്. 32.5 ബേസ് 8നെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്താണ് ചെയ്യുന്നത്? ഇത് 8⁻0, 8⁻1. ഓക്കെ, അപ്പോൾ 3 × 8⁻1 +
2 into 8 raised to 0 പ്ലസ് ഈ വാല്യൂ എന്താണ് 8 raised to minus 1. ഓക്കെ 5 into 8 raised to minus 1. ഓക്കെ എത്രയായിരിക്കും വരുന്നുണ്ടാവുക 3 into 8 raised to 1. 8 raised to 1 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 3 into 8 എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 2 into 8 raised to 0. 2 into 8 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 2 വരുന്നുണ്ടാവും പ്ലസ് 5 into 8 raised to minus 1. ഓക്കെ 8 raised to minus 1 എന്ന് പറഞ്ഞാൽ 1/8 1/8. ഓക്കെ അപ്പോൾ 5 into 1/8. ഓക്കെ 5 into 1/8 എന്ന് പറഞ്ഞാൽ 5/8. എങ്ങനെയായിരിക്കും 5/8 കാൽക്കുലേറ്റ് ചെയ്യുക? 5/8 നമുക്ക് ആൻസർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവുക 50/8 നോക്കുക, പോയിന്റ് ഇടുക കേട്ടോ. 50/8 നോക്കുന്ന സമയത്ത് 50ൽ 8 നമുക്ക് കിട്ടുന്നത് 48 6 ടൈം ആണ്. ഓക്കെ 6 ടൈം കിട്ടും 50ൽ. ബാക്കി 2 ഉണ്ടാവും. 2ൽ നമുക്ക് 8 ഇല്ല. 20ൽ 8 നോക്കുന്ന സമയത്ത് 2 കിട്ടുന്നുണ്ടാവും. ദെൻ ബാക്കി വരുന്നത് 4 ആണ്. 4ൽ നമുക്ക് 8 നോക്കുന്ന സമയത്ത് 40ൽ 5 ഉണ്ടാവും. സോ 0.625 ആയിരിക്കും ഈ 5 into 1/8ൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ 0.625. സോ ടോട്ടൽ ആൻസർ ആയിട്ട് 24 + 2 + 0.625 എന്ന് പറയുമ്പോൾ 26.625 ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ 26.625. ദെൻ നമുക്ക് ലാസ്റ്റിൽ നമ്മുടെ വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 14.6 ബേസ് 16 എന്ത് ചെയ്യണം? ബേസ് 10 കൺവേർട്ട് ചെയ്യണം. ഓക്കെ സോ 14.6 ബേസ് 16 10 കൺവേർട്ട് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? 1 into 16 raised to 1 plus 4 into 16 raised to 0 plus 6 into 16 raised to minus 1. ഓക്കെ 1 into 16 raised to 1 എന്ന് പറഞ്ഞാൽ 16 plus 4 into 16 raised to 0 എന്ന് പറഞ്ഞാൽ 4 plus 6 into 16 raised to minus 1. ഓക്കെ 6 into 16 raised to minus 1 is equal to 6 into 1/16 എന്ന് വെച്ചാൽ 6/16. 6/16 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? 6/16 ആണ് നമ്മൾ ചെയ്യുന്നത്. 6ൽ 16 കിട്ടത്തില്ല. സോ പോയിന്റ് ഇട്ടു. ഇനി 60ൽ നമ്മൾ 16 ഉണ്ടാവും. 60ൽ നമുക്ക് 316 ഉണ്ടാവും. 48 ആയിരിക്കും. ബാക്കി 12 ഉണ്ടാവും. 12ൽ 16 ഇല്ല. 120ൽ 16 എന്ന് പറയുന്ന സമയത്ത് 7 ടൈം 120ൽ 16 വരുന്നുണ്ട്. ഓക്കെ 7 into 60 എന്ന് പറഞ്ഞാൽ 112 ആണ്. ബാക്കി 8 ഉണ്ടാവും. 8ൽ 16 ഇല്ല. 80ൽ 16 എന്ന് പറയുന്നത് 5 ആണ്. 375 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 0.375. സോ ഇതിൻ്റെ ടോട്ടൽ ആൻസർ ആയിട്ട് വരുന്നത് 20.375 ആയിരിക്കും. 20.375. സോ ഇനി നമുക്ക് ഇതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാലോ. എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഇതിലെ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ സോ ഇനി നമ്മൾക്ക് ഈ വാല്യൂസ് നമുക്കറിയാലോ. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതായിരിക്കും? ഇതിലെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സി ആണ് അല്ലേ. സോ ഫസ്റ്റ് ഓപ്ഷൻ സി വരണം. ഫസ്റ്റ് ഓപ്ഷൻ സി വരുന്ന 2 ഓപ്ഷനാണ് ഇതിലുള്ളത്, എയും ബിയും. സോ നമുക്ക് സിയും ഡിയും ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ദെൻ സെക്കൻഡ് വാല്യൂ, ഇതിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. സോ സെക്കൻഡ് ഓപ്ഷനിൽ ഈ സി എ വരുന്ന ഒറ്റ ഓപ്ഷനേ ഇതിലുള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ സോ സി എ ബി ഡി. ഓക്കെ ഇതായിരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാമിൽ കൂടുതലും ഇപ്പം നേരത്തെ നമ്മൾ ഓരോന്നും ഓരോ ബേസിലോട്ടുള്ള കൺവേർഷൻ പറയുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു വാല്യൂസ് വെച്ചിട്ടായിരുന്നു വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് എക്സാമിൽ ചോദിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. എല്ലാ വാല്യൂസും അറേഞ്ച് ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്ന ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ നമ്മുടെ പേപ്പർ 2ൽ തന്നെ ഇത് പേപ്പർ 1ലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ 1ൽ ICTയിൽ ഈ ഒരു രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അതുപോലെ പേപ്പർ 2ൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട്,
അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് വാല്യൂസ് തരുന്നുണ്ടാവുക. ഒരു സിംഗിൾ വാല്യൂ തന്നിട്ടുള്ള കൺവേർഷൻസ് നമുക്ക് അങ്ങനെ കാണാറില്ല. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതൊരു ബേസിൽ നിന്ന് ഏതൊരു ബേസിലോട്ട് കൺവേർഷനും നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സെഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.